ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ മക്കൾ സ്കൂളിലിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചായൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടും അതുപോലെ തന്നെ കുറച്ച് കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന ഒരു ഈസി മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 6 മുട്ടയോളം പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരം നിങ്ങളെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ഒരു 1.5 കപ്പോളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഏലക്കായി മുതുമനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം ബ്ലെൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പതിപ്പിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. കുറച്ചധികം സമയം തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം മൈദൻ്റെ കറക്റ്റ് അളവ് എന്ന് വെച്ചാൽ ആ ഒരു ബാറ്ററി കുറച്ചൊന്ന് തിക്കായി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പോളം വേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം നമുക്കിതാ കയ്യിൽ വെച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കളർ മാറിയിട്ട് ഉള്ളിൽ വേവാതെ ആവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള വെട്ട് കേക്കാണ്. അപ്പം ഈസി മെത്തേഡും ആണ്. മാത്രമല്ല ഇത് കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.